കാവ്യാമൃതം കാവ്യാമൃതം കാവ്യാമൃതം. ക്രൈസ്തവ ലോകം ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചുമുള്ള ധ്യാനയാത്രകളിലാണ്. ഈ യാത്രയിൽ ക്രിസ്തുവിൻ്റെ കുരിശിനെ തൊട്ടറിയുവാനും ക്രിസ്തു ദർശനങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിതത്തെ ധന്യമാക്കുവാനുമാണ് ക്രൈസ്തവ മക്കൾ പരിശ്രമിക്കുന്നത്. ഓരോ ധ്യാനവും ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ നടത്തുമ്പോൾ അത് അനുരഞ്ജനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പുതിയ ഗാനങ്ങളായി മാറുകയാണ്. അത്തരത്തിലുള്ള ധ്യാന ഗാനങ്ങളാണ് കാവ്യാമൃതത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കാവ്യാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്നവനാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ്റെ പ്രബോധനങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ തങ്ങളുടെ തെറ്റുകൾ തിരുത്തുവാനും ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനും പ്രേരിപ്പിക്കുകയാണ്. ചക്രവാളങ്ങൾ മുതൽ ചക്രവാളങ്ങളിലേക്ക് പാഞ്ഞുപോയ വാക്കുകളുടെ അഗ്നിയായിരുന്നു സ്നാപക യോഹന്നാൻ. രാജാക്കന്മാരും കിരീടങ്ങളുമൊക്കെ ആ വാക്കിന് മുമ്പിൽ തകർന്നു വീഴും നമ്മൾ കാണുന്നുണ്ട്. ദൈവപുത്രന് വീഥിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു. മലയാളത്തിന് ഒരിക്കലും മറക്കാനാവാത്ത മനോഹരമായ ഈ ഗാനം നമുക്ക് വേണ്ടി എഴുതിയത് വയലാർ രാമവർമ്മയാണ്. അരനാഴിക നേരം എന്ന സിനിമയിൽ ദേവരാജൻ മാഷ് ഈണമിട്ട പി ലീല പാടിയ മനോഹരമായ ഈ ഗാനം ഈ നോമ്പുകാലത്തെ നമ്മുടെ ധ്യാനമാണ്. നമുക്ക് വേണ്ടി ഇത് ആലപിക്കുന്നത് സെലിൻ ജോസ്. ദേവപുത്ര
ഉള്ളൂർ അവാർഡ് നേടിയ ക്രിസ്തുഗാഥ മലയാള സാഹിത്യത്തിൽ എന്നും ഏറ്റവും ശ്രദ്ധേയമായ കാവ്യമാണ്. ക്രിസ്തുഗാഥയിലെ ആദ്യ ഗാനം പ്രൊഫസർ മാത്യു ഉലകന്തറ ചിട്ടപ്പെടുത്തുമ്പോൾ അത് രക്ഷകോത്പത്തി എന്ന നാമത്തിനപ്പുറത്ത് കാവ്യമെഴുതുന്ന, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ധ്യാനമെഴുതുന്ന ആർക്കും ആദ്യ പ്രാർത്ഥനയാവുകയാണ്. തൻ്റെ തൂലികത്തുമ്പിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം വായനക്കാരിലേക്ക്, അനുവാചകരിലേക്ക് പകർന്നൊഴുകണമേ എന്ന് പരിശുദ്ധ അമ്മയോടും ശ്ലീഹന്മാരോടും കവി പ്രാർത്ഥിക്കുകയാണ്. ഈയൊരു പ്രാർത്ഥന ക്രിസ്തുവിൻ്റെ നാമമാണ് എല്ലാ പാപങ്ങൾക്കും പരിഹാരമെന്നും എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തുന്നത് എന്നും കവി സാക്ഷിക്കുകയാണ്. ഈ പ്രാർത്ഥന മനോഹരമായി നമുക്ക് വേണ്ടി ആലപിക്കുന്നത് പ്രശസ്ത ഗായകൻ KL ആൻ്റണി. അക്ഷരാനന്ദമായി മേവും വചനമേ, അക്ഷയ സാന്ത്വന സംഗീതമേ, അക്ഷരാനന്ദമായി മേവും വചനമേ, അക്ഷയ സാന്ത്വന സംഗീതമേ, ആദിയിൽ ദൈവത്തോടൊത്തു വസിച്ചൊരു നാദസ്വരൂപമേ കൈത്തൊഴുന്നേൻ, പൃഥ്വിയെ സൃഷ്ടിച്ചു പാലിച്ചു പോരുന്ന ത്രിത്വൈക ദൈവമേ വാഴ്ത്തിടുന്നേൻ, പാവനാത്മാവിൻ കൃപയാലുദരത്തിൽ ദേവനു ജന്മം കൊടുത്തൊരമ്മേ, ഗാഥയായി തൻ കഥയാലപിച്ചിടുമ്പോൾ പ്രീതി നിനക്കെന്നിൽ തോന്നിടേണം, ഗാഥയായി തൻ കഥയാലപിച്ചിടുമ്പോൾ പ്രീതി നിനക്കെന്നിൽ തോന്നിടേണം, രക്ഷകൻ തൻ ചിത്രം മണ്ണിലെഴുതുവാൻ രക്തം ചൊരിഞ്ഞ വിശുദ്ധന്മാരെ, ചഞ്ചല ചിത്തനായി തൂലിക ഏന്തുമെൻ നെഞ്ചിലെ ദീപം തെളിച്ചിടേണം, മണ്ണിലോ വിണ്ണിലോ യേശു സമാനമായി ഉന്നതമായൊരു നാമമുണ്ടോ, യേശുനാമാമൃതമുള്ളിലും നാവിലും ആശു നിറഞ്ഞു തുളുമ്പിടട്ടെ, യേശുനാമം സർവലോക പാപാവഹം, യേശുനാമം സർവശോകാന്തകം, യേശുനാമം മൃത്യുരോഗാദി സംഹാരം, യേശുനാമം ചിത്തമോദസാരം,
യേശുനാമം മൃത്യുരോഗാദിസംഹാരം യേശുനാമം ചിത്തമോദസാരം യേശുനാമം ചിത്തമോദസാരം യേശുനാമം ചിത്തമോദസാരം. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ക്രിസ്തുവിനോട് അപേക്ഷിച്ചത് ശിഷ്യന്മാരാണ്. ഈ അപേക്ഷ കേട്ടുകൊണ്ടാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന പ്രാർത്ഥന ബാല്യത്തിൽ നമ്മളെല്ലാവരും ആദ്യം പഠിക്കുന്ന പ്രാർത്ഥനകളിലൊന്നാണ്. എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുന്നതാണ്. ഈ പ്രാർത്ഥനയിൽ പ്രലോഭനങ്ങളിൽ നമ്മളെ രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസത്തെയും ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന മലയാളികൾ ഇന്ന് ഏറ്റുപാടുന്നത് വയലാർ രാമവർമ്മയുടെ ക്രിസ്തു ധ്യാനത്തിൻ്റെ ഫലമായിട്ടാണ്. 1967 KS സേതുമാധവൻ സംവിധാനം ചെയ്ത നാടൻ പെണ്ണ് എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ എഴുതി P. സുശീല പാടിയ ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ എന്ന മനോഹരമായ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് കലാഭവൻ സാബു. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരേണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരേണമേ. അന്നന്നു ഞങ്ങൾ വിശന്നു വരുമ്പോൾ അപ്പം നൽകേണമേ. ആമേൻ, ആമേൻ, ആമേൻ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ഞങ്ങൾ തൻ കടങ്ങൾ പൊറുക്കേണമേ, അങ്ങു ഞങ്ങളെ നയിക്കേണമേ. ഞങ്ങൾ തൻ കടങ്ങൾ പൊറുക്കേണമേ, അങ്ങു ഞങ്ങളെ നയിക്കേണമേ. അഗ്നിപരീക്ഷയിൽ വീഴാതെ ഞങ്ങളെ രക്ഷിച്ചിടേണമേ. ആമേൻ, ആമേൻ, ആമേൻ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ,
വാഴ്ത്തപ്പെടേണമേ അവിടുത്തെ രാജ്യം വരേണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ അവിടുത്തെ രാജ്യം വരേണമേ. സ്നാപക യോഹന്നാൻ തെളിച്ച വഴികളിലൂടെ നമ്മൾ ഇന്ന് നടന്നെത്തിയത് നിൻ്റെ രാജ്യം വരണമേ എന്ന പ്രാർത്ഥനയിലാണ്. നോമ്പുകാലത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ക്രിസ്തു സ്നേഹത്തെ തൊട്ടറിയുവാൻ ഈ പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നെങ്കിൽ കാവ്യാമൃതം ക്രിസ്തു വിശ്വാസികളുടെ ധ്യാനമാവുകയാണ്. ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന കാവ്യാമൃതത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തു സ്നേഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം നുകരാം നമുക്കിനി നമ്മളിൽ തെളിക്കട്ടെ.